ശിവരാമകൃഷ്ണൻ, ഇപ്പോൾ വേടൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഈ നടപടിയൊക്കെ ഉണ്ടായത്. വേടൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന്. ഏതാണ്ട് ഒരു 9.5 ലക്ഷം രൂപ ആ കഞ്ചാവ് ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇന്നലെ അവരുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടെ ആ മേശപ്പുറത്തുണ്ടായിരുന്നു. അതെന്താണെന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ വേടൻ പറഞ്ഞു ഇത് ടീമിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള തുകയാണ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം വേടൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് സംസാരിക്കാമെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് ഈ വിനോദ മേഖലയിൽ, എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഇതുപോലെ കാര്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശ്രദ്ധാപൂർവമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അവരിൽ പല ആൾക്കാരും ഇപ്പോഴും പോലീസിൻ്റെ സർവൈലൻസ് അല്ലെങ്കിൽ എക്സൈസിൻ്റെ സർവൈലൻസ് പട്ടികയിലുണ്ട്. നീണ്ട ഷോകൾ നടത്തുന്ന ആളാണല്ലോ താങ്കൾ, അതായത് നീണ്ട മണിക്കൂറുകൾ നീണ്ട ഷോകൾ നടത്തുന്ന ആളാണ് താങ്കൾ. ഇത് ലഹരിയുടെ ഒരു പിൻബലത്തോടു കൂടിയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു ആശങ്ക താങ്കളെ പോലുള്ള ആളുകൾക്കുണ്ടോ? സാധാരണ നിലയിൽ പറയാറുണ്ട് ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഭാവനയെ വളർത്താനും ഒക്കെ ചെറിയ രീതിയിൽ ലഹരി സഹായകരമാകും എന്നൊക്കെ ഉള്ള കലാകാരന്മാരൊക്കെ പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണോ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ? ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ആദ്യമായിട്ട് ഒരു കലാകാരന് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ലഹരിയുടെയും ആവശ്യമില്ല. ഒരുപാട് നമ്മളുടെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ യാതൊരു ഇൻടോക്സിക്കൻസ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസുകളും ഉപയോഗിക്കാതെ എത്രയോ വർഷങ്ങൾ പെർഫോം ചെയ്ത് വളരെ ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു രംഗമാണ് നമ്മളുടെ കലാരംഗം. ഒരു കലാരംഗം എന്ന് പറയുന്നത് എല്ലാ ഫീൽഡ് പോലെ തന്നെയും അവിടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് അനുസരിച്ച് ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം കഴിക്കാത്തവര്, അങ്ങനെ എല്ലാവരെയും നമുക്ക് എല്ലാ രംഗത്തും കാണാൻ പറ്റും. ഇപ്പൊ ആർട്ടിലും അങ്ങനെ ഉണ്ടെന്നല്ലാതെ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സ്പെസിഫിക് കാറ്റഗറിക്ക് ഇങ്ങനെ ലഹരി ഉപയോഗിക്കണം, ലഹരി ഉപയോഗിച്ചാലേ പെർഫോം ചെയ്യാൻ പറ്റൂ, ഭാവന വളരും, അല്ലെങ്കിൽ അതിലൊന്നും എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടോ അല്ലാതെയോ ഉള്ള എന്തെങ്കിലും ഒരു ബാക്കിംഗ് അതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ സോബറായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ എന്ന മ്യൂസീഷ്യൻ സോബറായിട്ടിരിക്കുന്ന ആളാണ്, ലഹരി ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഭാവനാപരമായോ കലാപരമായോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലഹരി ഉപയോഗത്തിന് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കോഹോർട്ടിനെ മാത്രം ബന്ധിപ്പിച്ച് പറയേണ്ട കാര്യവുമില്ല. ലഹരി ഉപയോഗിക്കുന്നവരെല്ലാ രീതിയിലും ലഹരി ഉപയോഗിക്കുന്നവർ എല്ലാതരം സൊസൈറ്റികളിലുമുണ്ട്, എല്ലാ രംഗത്തുള്ളവരുമുണ്ട്, അതുപോലെ ആർട്ടിസ്റ്റുകളിലും ഉണ്ടാവാം. ഒരിക്കലും നമ്മൾ ലഹരി എന്നുള്ളതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആസ് എ പേഴ്സൺ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒരു ഇൻടോക്സിക്കൻറ്റും ഉപയോഗിക്കേണ്ട ആവശ്യം ആർട്ടിസ്റ്റിന് ഇല്ല എന്നാണ് എൻ്റെ പൊസിഷൻ. ശരി, ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, ആ ഭാഗം ശരി. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇൻടോക്സിക്കൻറ്റും ഒരു പിന്തുണയോ പിൻബലമോ ഒരു കലാകാരന് ആവശ്യമില്ല ഒരു കലാസൃഷ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇനി വേടൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, ഇതൊരു വരേണ്യ വിഭാഗത്തിന് ചില പ്രിവിലേജുകൾ കിട്ടുന്നു. ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും വേടൻ പ്രതിദാനം ചെയ്യുന്ന സംഗീതം, അതിൻ്റെ ശൈലി, അതിൻ്റെ താളം, അതിൻ്റെ ഭാവം ഒക്കെ തന്നെ ഒരു പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഉള്ളതാണ്. ഇപ്പോൾ ബോബ് മാർലിയുമായും ഒക്കെ വേടൻ താരതമ്യം ചെയ്യപ്പെടുകയുണ്ടായി. അതിന് കാരണങ്ങളുണ്ട്, താങ്കൾക്കറിയാം. ഇവിടുത്തെ ഒരു കീഴാള സംഗീതത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഈ വരേണ്യ സാംസ്കാരിക പ്രമാണത്വത്തിനെതിരായിട്ടുള്ള ഒരു സംഗീതമായി, ഒരു താളമായിട്ടാണ് വേടൻ്റെ പാട്ടുകളും വരികളും ഒക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് വലിയ അനേകം ആരാധകരുണ്ടായി. പുതുതലമുറ ആ താളത്തിനൊപ്പം നിന്നു. അവരുടെ വലിയ പിന്തുണ, സ്നേഹാദരങ്ങളൊക്കെ വേടൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരാളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് വേടൻ്റെ പെർഫോമൻസിൽ 1-2 പാട്ടുകൾ മാത്രം പാടാൻ അനുവദിക്കപ്പെടുക, പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുക, ഇപ്പോൾ ഈ ചെറിയ അളവിൽ കഞ്ചാവ് വെച്ചതുപോലും പിടികൂടി വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഒരു കുറ്റവാളി എന്ന പോലെ ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ ബോധപൂർവമായി ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിമർശനത്തോട്, എന്ന ആക്ഷേപത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, അതിനോട് യോജിക്കുമോ താങ്കൾ? ശ്രീമാൻ വേടൻ, അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിക്കുകയും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിലെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനെ ഒരു പരിധി വരെയൊക്കെയെങ്കിലും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ന്യായമുള്ളതും ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ആ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പെസിഫിക് വിഷയം നിയമപരമായി നമ്മുടെ നാട്ടിൽ അനുവദിക്കാത്ത എന്ത് കാര്യം ചെയ്താലും അത് കുറ്റമാണ്. അത് ആര് ചെയ്തു എന്നുള്ളതിനേക്കാളും അത് നിയമപരമായിട്ട് അത് അനുവദനീയമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഇത് ഒരു ആർട്ടിസ്റ്റ്, ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ്, കുറച്ച് കോൺട്രേറിയൻ പൊസിഷൻ എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും പൊതുവെ അത്യാവശ്യം ഫെയിമിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരെ ഒന്ന് പുൾ ഡൗൺ ചെയ്യണം എന്നുള്ളത് ഒരു ഒരു സൊസൈറ്റൽ പെർവേർഷന്റെ ഭാഗമാണ്. അതിപ്പോൾ ഞാൻ നിയമ സംവിധാനത്തിന്റെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് അതിനുള്ള ബോധ്യവും എനിക്കില്ല. പക്ഷെ പൊതുവെ അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണം. പക്ഷേ അതിൽ വിരുദ്ധമായി അദ്ദേഹം ചെയ്യുന്ന പാട്ടിനെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കലയോ ഒക്കെ കൂട്ടിക്കുഴച്ച് അപ്പാടെ ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയൊക്കെ കണ്ടുകാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് കാണുക തന്നെ വേണം. അദ്ദേഹം നിയമപരമായി ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാവും, നമ്മളുടെ ലീഗൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാവും. പക്ഷേ അതിലുപരിയായി അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഗീതത്തിനെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെയോ ഒക്കെ കൂട്ടി വലിച്ച് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അഭിപ്രായം. അത് അങ്ങനെ പ്രസ്തുത രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹരീഷ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റൽ പെർവേർഷൻ ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം വേടന്റെ പാട്ട് കേട്ടവർ, അതിന്റെ ആസ്വാദകരായിരുന്നവർ, അതിന്റെ താളത്തിനൊപ്പം തുള്ളിയവർ ഒക്കെ തന്നെ വേടനെ അനുകൂലിച്ചാണ് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന പ്രതികരണങ്ങൾ വെച്ചാണ്, അല്ലാതെ മറ്റു ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്നല്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ പിന്തുണച്ച രംഗത്ത് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വാട്ട് വി പ്രീച്ച് ഷുഡ് ബി പ്രാക്ടീസ്ഡ് എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ എന്താണോ നമ്മൾ ഒരു ഉപദേശമായി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്, അത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ മലയാളിക്കും അത്തരമൊരു ദുസ്സാഠ്യമുണ്ട്. അല്ലാതെ നല്ല ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ഒന്നും അല്ല നമ്മുടേത്. എനിക്കും താങ്കൾക്ക് നന്നായിട്ട് അറിയാം, നമ്മളും ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, വേടൻ ഈ ചെറുപ്പക്കാരോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ രാസലഹരി ഉപയോഗിക്കരുത്, അത് നമ്മളെ ഇല്ലാതാക്കും, ഈ ഒരു തലമുറയെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ, ഞാൻ കള്ളു കുടിച്ചിട്ടല്ലേ ഈ വന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ഈ ഉപദേശം അവർക്ക് നൽകുന്നത്. രാസലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല വേടൻ എന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്, കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ വേടൻ്റേതായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തലോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞത് ചെയ്തില്ല എന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തലിന് വേടൻ അർഹനാണോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? സ്പെസിഫിക്കായി ശ്രീ വേടന്റെ കാര്യത്തിൽ മാത്രം ഒരു അഭിപ്രായം പറയാൻ ഈ കേസിനെ കുറിച്ചോ ഇപ്പോൾ സംഭവിച്ചു, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയിലും കണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ളൂ. പക്ഷെ പൊതുവെ നമ്മൾ നിലകൊള്ളുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി അതിനെതിരായിട്ട് ഒരു പ്രതികരണം ഉണ്ടാവും. ആളുകൾ തീർച്ചയായിട്ടും, നമ്മളിപ്പോൾ ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾ പറയുകയും നമ്മൾ അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന, എസ്പെഷ്യലി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഒരു ഹൈലി സോഷ്യലി വയബിൾ ആയിട്ട്, സോഷ്യലി നോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലാണെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഓഡിറ്റ് ചെയ്യപ്പെടണം. കലാകാരൻ ആ ഓഡിറ്റിങ്ങിന് വിധേയനാവേണ്ട ആൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ഓഡിറ്റിങ്ങിനപ്പുറം ഒരാളെ ചിത്രവധം ചെയ്യുക അല്ലെങ്കിൽ തേജോവധം ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഇത്രയും കാലത്തെ കലാപരമായിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം വോയിഡ് ആക്കി കളയുക എന്നുള്ള പോലത്തെ എക്സ്ട്രീം മൂവ്സിനോട് എനിക്ക് ഒരു തരത്തിലും അഭിപ്രായമില്ല. ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം ഏത് കുറ്റം ചെയ്ത ആൾക്കാർക്കും കുറ്റത്തിനാണ് ശിക്ഷ, അല്ലാതെ അവർ കുറ്റത്തിന് ഉപരിയായി ചെയ്ത കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് അവരെ ക്യാൻസൽ ചെയ്യാനുള്ള യാതൊരു നിയമവും നമ്മളുടെ ഈ രാജ്യത്ത് നിൽക്കുന്നില്ല. സോ ജനറൽ ക്യാൻസൽ കൾച്ചറിന് ഞാൻ എതിരാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് എതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് റീകൺസിഡർ ചെയ്യും, അദ്ദേഹം അത് ഭാവിയിൽ തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.